എന്തായാലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് ദൈവം ഈ സമൂഹത്തിലേക്ക് കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോരുത്തരും വലിയ ദൈവിക ഇടപെടലിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി കൂട്ടായ്മയിലിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ വയറ്റിൻ്റെ അകത്ത് വേദനയുള്ള വ്യക്തികൾ ഈ കൂട്ടായ്മയിലുണ്ട്, നല്ല വേദനയുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ അവസാനം നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മതി. കൂട്ടായ്മയിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കുടുംബമായിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളെ മക്കളുടെ പഠനങ്ങൾ നമ്മൾ എന്തായാലും നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, സമയത്തിലേക്ക് ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോരോ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ജയപ്രദനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സത്യമായ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരി കുറവുകൾ ഉണ്ടെങ്കിലും ബലഹീനം ഉണ്ടെങ്കിലും യേശുവെ അതെല്ലാം കണക്കിലാക്കാതെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. അപ്പോസ്തലന്മാരെ ചേർത്ത് പിടിച്ചതുപോലെ പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് കർത്താവെ കടന്നു വരാ. ഇന്നും ഒരു അനുഗ്രഹവും കൃപയും തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. യേശുവിനെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലിരിക്കുന്ന ഓരോരോ മക്കളെയും കർത്താവിനെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലെ ഏത് നിയോഗത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്ന ആ മക്കളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ സമയം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സത്യമായ അഭിഷേകം ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയുടെ കൂടെ കർത്താവെ, ഈ സമൂഹത്തെ തേർന്നെടുത്തുന്ന ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ കൂട്ടായ്മയെ നീ ഉദാഹരണത്തിലെ തേർന്നെടുത്ത ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ കൂട്ടായ്മയിലേക്ക് ഇന്ന് വചനം പറയാം. ഈ മണിക്കൂർ ഈ സമയം തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. യേശുവെ ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് മക്കളെല്ലാവരെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേലെയും പരിശുദ്ധാത്മാവിന്റെ സ്വന്തമായ അഭിഷേകം ഈ മണിക്കൂറിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മണിക്കൂറുകൾ കർത്താവെ ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞുകൂടെങ്കിലും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന അനുസരിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് മാത്രം ഇവിടെ ഈ കൂട്ടായ്മയിലേക്ക് പങ്കുവെക്കാനും പറയാനുള്ള കൃപകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സത്യമായ മാധ്യസം ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോണിസ് പുണ്യവാളനെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളെയും സമർപ്പിച്ച് ഇന്ന് വരുന്നവരെയും വന്നിട്ട് മക്കളെയും ഈ കൂട്ടായ്മയിൽ ഇതുവരെയായിട്ട് വന്ന് പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അവരെല്ലാം അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ സമയത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയവർ അഭിഷേകം കൂട്ടായ്മയിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഉന്നത അഭിഷേകം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാല 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 വലിയ അഭിഷേകം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവിയിൽ ഇരിക്കുന്ന എല്ലാ മക്കളുടെ മേലെയും ആത്മാവിന്റെ ചൈതന്യം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മയിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, ശ്രീകുമാറിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് ഈ സമയത്തിലെ കൂട്ടായ്മയുടെ മേലെ വലിയ അഭിഷേകം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത സത്യം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയുടെ എല്ലാ മക്കളുടെ മേലെയും അഭിഷേകം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഈ ഇടത് കൈ ഇങ്ങനെ താന്നു പോകുന്നവരാണ് നമ്മുടെ കൂട്ടായ്മയിൽ ഇരിക്കുന്നവരായിരിക്കും. വീട്ടിൽ നിന്നിറങ്ങി എന്തെങ്കിലും വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഈ സോളർ ഇറങ്ങിപ്പോകുന്ന അനുഭവം ഉള്ളവർ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ സത്യമായ ഇടപെടൽ ഈ കൂട്ടായ്മയിൽ സംഭവിക്കാൻ പോവുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകും നമ്മുടെ ഈ കൂട്ടായ്മയുടെ കൂടെ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മയും മാതാവേ, പ്രത്യേകിച്ച് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒത്തിരി കാര്യങ്ങളല്ല, എന്നാലും വചനങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയാണ്. അതുകൊണ്ട് കർത്താവിന് പ്രാർത്ഥനയെ കുറിച്ചാണ് പറയാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഒന്ന് ഒരുങ്ങിയതാണ്. ഒരുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടായ്മയ്ക്ക് വേണ്ടി കറങ്ങാൻ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് പ്രാർത്ഥന അനുഭവം നിങ്ങൾക്ക് അറിയാം. എത്രമാത്രം പ്രാർത്ഥിച്ച് ദൈവത്തോട് നമ്മൾ നിൽക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് എന്ത് ചെയ്യണം. നമുക്ക് എല്ലാ വചനങ്ങളൊക്കെ അറിയാം. നമ്മൾ യാക്കോബ് ലേഖനത്തിൽ അറിയാം, 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഇതാണ്: പ്രാർത്ഥന നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കൂട്ടായ്മയിലുള്ളവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് ആർക്കും അതിന് സമയമില്ല, തിരക്കാണ്. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ്, തീർച്ചയായിട്ടും തിരക്കായിരിക്കും. അതിൻ്റെ ഇടയ്ക്കും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അടൂരിലിരുന്ന ഒരു സഹോദരി, പേങ്ങള് മാനേജർ, ദേണംകുട വന്നു. അപ്പൊ ദേണംകുട വന്നപ്പോൾ ആ സഹോദരിയെ ഇങ്ങനെ ബാങ്കില് ജോലി ചെയ്യുന്ന സഹോദരിയാണ്, മാനേജറാണ്. അപ്പൊ അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ്, ബ്രദർ പ്രാർത്ഥിക്കാൻ ഒന്നും സമയം കിട്ടത്തില്ല, കാരണം എനിക്കൊക്കെ ബാങ്കിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം അതിലേക്ക് തന്നെ പോകും. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ വൈകുന്നേരം മാത്രമേ എനിക്ക് സമയം കിട്ടത്തുള്ളൂ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നീട് ഈ സഹോദരിയോട് സംസാരിച്ച് അങ്ങനെ ഒരു ധ്യാനമൊക്കെ അവർ കൂടി, അവർ കുടുംബമായിട്ട് വന്ന ഒരു ധ്യാനമൊക്കെ കൂടി. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ്, പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ് ഏത് സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇടവിടാതെ പ്രാർത്ഥിക്കാനാണ് പൗലോസ് പറയുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും, ഇടവിടാതെ പ്രാർത്ഥിക്കും. അപ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പം അങ്ങനെയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ ഓരോ ജീവിതത്തിലെയും നമ്മളിങ്ങനെ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രാർത്ഥന, നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സഹോദരനെ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ ജോലി ഒരുപാട് വർക്കുകൾ ചെയ്യണം, കാരണം ദൈവം പെട്ടെന്ന് നമ്മളെ സഹായിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ആ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും. അപ്പം അങ്ങനെയാണ് ഏലിയ പ്രവാചകൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഏലിയ പ്രവാചകൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? 1 രാജാക്കന്മാരാണ് തോന്നുന്നത്. 1 രാജാക്കന്മാർ അതിൻ്റെ 18-ന്റെ-41 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏലിയ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഏലിയ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ഒരു മലയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഏലിയയുടെ പ്രാർത്ഥന കേൾക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ദൈവം ഏലിയയുടെ പ്രാർത്ഥന കേൾക്കുന്നത്. കാരണം അവസാനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവത്തിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഏലിയായുടെ കൂടെ ദൈവത്തിന്റെ കരം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസാധ്യം. അപ്പൊ മോശ പുറപ്പാടിന്റെ പുസ്തകം നമ്മൾ കാണുമ്പോൾ കാണാൻ പറ്റും, ദൈവം തന്നെ പറഞ്ഞു വിടുന്നുണ്ട്, നീ ഇസ്രായേൽ ജനത്തിൽ കൊണ്ടുവരും, കടലിന്റെ മുമ്പിലാണ് നിൽക്കുന്ന എല്ലാം അടഞ്ഞ വഴി, ഒരു വഴിയും തുറന്നില്ല. മോശ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ വിളിച്ച് കരയുന്നത്? നീ നിന്റെ വടി കടലിന് നേരെ നീട്ടാൻ പറയുമ്പോൾ ആ കടൽ 2ആയി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒന്നും തടസ്സമായിട്ട് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളത് പരിശുദ്ധ അമ്മയുടെ കൂടെയാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, ഞാനൊരു ഹിന്ദുവായിരുന്നു, അവൾ എഴുതാൻ വായിക്കാൻ അറിയത്തില്ല. എന്നാലും പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തിലേക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അബ്രഹാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി 22 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, 8-ാം അധ്യായത്തില്. അപ്പൊ അബ്രാമും ദൈവം തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസം അതാണ്. മകനോട് ബലിയർപ്പിക്കാൻ പോകാം, മകനെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണ്, വിറകുണ്ട്, തീയുണ്ട്, ബലിവസ്തു എവിടെയെന്ന് ചോദിച്ചപ്പം മകനെ ദൈവം തരും.
ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവം തരും. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ട് ദൈവം ഒരു വഴി തുറന്നു തരും. മോശയുടെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും, ഞങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ദൈവം തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ദൈവം തന്നെ നമുക്ക് വഴി തുറന്നു തരും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവം തന്നെ വഴി തുറന്നു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് അനുഭവങ്ങളിലൂടെ ഈ പ്രാർത്ഥനയിലെ പങ്കുവച്ചിട്ട് പോവുകയാണ്. ഞാൻ സാധാരണ ഇവിടെ നിന്ന് എല്ലാവരും വേളാങ്കണ്ണിക്കൊക്കെ ഞാൻ നമ്മുടെ കൂട്ടായ്മയുടെ പങ്കുവച്ചോലെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. വേളാങ്കണ്ണിക്ക് ഞങ്ങളുടെ ടീമിലുള്ള അച്ഛനും പ്രദേശമൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേളാങ്കണ്ണിക്ക് ബ്രദർ പോയിട്ടുണ്ട്. അപ്പം മാതാവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കും. ധ്യാനത്തിന്റെ സമയത്തൊക്കെ മാതാവിനെ കുറിച്ചൊക്കെ അങ്ങനെ എന്തായാലും പരിശുദ്ധ അമ്മ അതിലുള്ള ഒരു കൃപ എനിക്ക് യേശുവിൽ നിന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അവളെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ വേളാങ്കണ്ണിക്ക് ഇത്രയും വർഷങ്ങളായി, 2012 മാനസാന്തരപ്പെട്ട് വർഷങ്ങളായിട്ട് വേളാങ്കണ്ണിക്ക് പോയിട്ടില്ല. മാതാവിന്റെ ക്ലാസ് എടുക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഒറ്റ സംഭവമേ പറഞ്ഞിട്ടുള്ളൂ മാതാവിനോട്, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ വരുവാണെങ്കിൽ എനിക്ക് അവിടെ വചനം പറയാൻ വേണ്ടി, അല്ലാതെ ചുമ്മാ ഒരു തീർത്ഥാടനം പോലെ വേളാങ്കണ്ണിക്ക് വരിക, അങ്ങനെ പോയി കാണുക, പ്രാർത്ഥിക്കുക, മാതാവിന്റെ സന്നിധിയിലേക്ക് പോവുക, അങ്ങനെ ഒന്നുമില്ല. ഞാൻ വരുവാണെങ്കിൽ കർത്താവ് എനിക്ക് ഒരു വഴി തുറന്നു തരുവാണെങ്കിൽ അവിടെ സുവിശേഷം പറയണം, യേശുവിനെ കുറിച്ച് പറയണം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പറേ എന്തായാലും എല്ലാവരും പറഞ്ഞു, ബ്രദർ നമുക്ക് ബ്രദറിനെ കൊണ്ട് ഒരു ദിവസം പോകണം. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ബ്രദറിനെ കൊണ്ട് ഒരു ദിവസം നമുക്ക് വേളാങ്കണ്ണി പോകാം. അപ്പോൾ ഏതെങ്കിലും സമയം നോക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ പെന്തക്കോസ്താവിൻ്റെ ആ ദിവസങ്ങളിലേക്ക് അവിടെ നിന്ന് ഒരു സിസ്റ്റർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ കുമിളി രാജു എന്ന് പറയുന്ന ഒരു മകനുണ്ട്, അവനെ വിളിച്ച് തമ്മിലെ ധ്യാനം നടത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്തായുടെ അന്ന് 3 ദിവസത്തിന്റെ ധ്യാനം തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിൽ നടത്താം. ദൈവം എന്നെ സഹായിച്ചു. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഞാൻ പലപ്പോഴും ഈ കൂട്ടായ്മ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാതാവിനോട് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ സാധിച്ച. യേശുവിനെ കുറിച്ച് പറയണം, സുവിശേഷം പറയണം, അല്ലാതെ ചുമ്മാ വരിയല്ല. അത് പരിശുദ്ധ അമ്മ അത് മനസ്സിലാക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ അതാണ് കാണാതെ കല്യാണ വീട്ടിലെ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. അവിടെ അവരുടെ കുറവുകൾ വന്നപ്പോൾ പെട്ടെന്ന് അവിടെ ഇടപെടുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യർ എന്ത് പറഞ്ഞാലും അത് അങ്ങ് കർത്താവ് ചില കാര്യങ്ങൾ പെടപ്പെടാൻ നടത്തി തരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്തിന് അപ്പുറത്ത് ഒരു ദിവസം തിരുവനന്തപുരം പോയിട്ട് വരുമ്പോൾ അവിടെ വരുമ്പോൾ ഈ തെങ്ങണ എന്ന് പറയുന്ന സ്ഥലത്തില്, തെങ്ങണയാണോ അവിടെ ഏതാണ്ട് ഒരു സ്ഥലമാണ്, സിംഗമണം, അവിടെ ഒരു സാലം പള്ളിയുണ്ട്. അത് യാക്കോട്ടുകാരുടെ പള്ളിയാണ്. അപ്പൊ ചെങ്ങനാശ്ശേരിക്കും കോട്ടയത്തിന് അടുക്ക. അപ്പൊ ആ സാലം പള്ളിയുടെ മുമ്പിൽ വന്ന് ഇവർ രാത്രി വണ്ടി നിർത്തി. ഞങ്ങൾ ഒരു കാറിൽ ധ്യാനം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ആ പള്ളി നോക്കിയപ്പോൾ എനിക്ക് ഏത് പള്ളിയാണെന്ന് അറിഞ്ഞുകൂടാ. അതിനുശേഷമാണ് ആ പള്ളിയുടെ പേര് അറിയുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ആ പള്ളിയുടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച്, എനിക്ക് ഈ പള്ളിയിൽ ഒരു ദിവസം യേശുവിനെ കുറിച്ച് പറയാം, ഇടവർത്തണം. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇങ്ങനെ നമ്മൾ ഒരു നേർച്ച പോലെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് വന്നാൽ മതി. ഈ പള്ളിയിൽ ഒരു ദിവസം വചനം പറയും. പ്രിയപ്പെട്ടവർ, ഏതാണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് അവിടെ നിന്ന് എന്നെ അവർ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഇങ്ങനെ വചനം പറയാം, ബ്രദർ വരണം. അപ്പൊ ഞാൻ സാലം പള്ളി ആ പള്ളിയിൽ പോയി ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിതാവ്, അപ്പൊ ആ പിതാവിന് നമ്പർ കൊടുത്തിട്ട് അങ്ങനെയാണ് ആ ബിഷപ്പ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പണിക്ക് പോയിരിക്കാം, പകലിലെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കോൾ വന്ന് എടുത്തു. ഫേസിലോടൊക്കെ പറഞ്ഞ് ആരാന്ന് ചോദിച്ചു. അപ്പൊ പിതാവ് പറഞ്ഞു ഞാൻ പിതാവാണ്. അപ്പൊ ഞങ്ങൾ കത്തീഡ്രൽ പള്ളിയിലേക്ക് വചനം പറയാം, ബ്രദർ വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പിതാവ് വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റത്തില്ല, എന്തായാലും വരാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു മേഖലയിലേക്ക് കർത്താവ് വഴികൾ ഇങ്ങനെ തുറന്നു തരിക, സുവിശേഷം പറയാം, ദേശികൾ ഇങ്ങനെ തുറന്നു തരിക. അപ്പൊ നമ്മൾ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് കേൾക്കണം. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ സമരിയായിൽ യൂദായിൽ നിങ്ങൾ സാക്ഷിയായിരിക്കണം.
പ്രിയപ്പെട്ടവർ, അപ്പോസ്തലന്മാരോടും ദൈവം പറയുന്നത് നിങ്ങൾ സാക്ഷിയായിരിക്കണം. ഇപ്പൊ പത്രോസ് മീൻ പിടിക്കാൻ പോയി നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തില് യേശു അവിടെ പോയി കടൽ തീരത്തിൽ നിൽക്കുവാണ്. എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ആ നടന്നു പോകുന്ന നടപ്പിലാണ് ചോദിക്കുന്നത്, ഇവരെക്കാളും കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നോ? 3 പ്രാവശ്യം പത്രോസിനോട് ആദ്യത്തെ മാർപ്പാപ്പയുടെ ചോദിച്ചപ്പോഴേ മനസ്സിലായി കർത്താവിന് എല്ലാം അറിയുന്നെന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുകയാണ് പറയുക. ഇവിടെ ദൗത്യം, സഭയോട് ദൗത്യം ഏൽപ്പിക്കുകയാണ് ദൈവം. ഇങ്ങനെയാ പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരുവർ നമ്മളെ ആഗ്രഹം യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് കേൾക്കണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ദൈവം ആ മേഖലയിലേക്ക് തുറന്നു തരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ മേഖലകൾ തുറന്നു തരും. പിന്നീട് എനിക്ക് അവരുടെ പള്ളികളിലെ തന്നെ ഒരുപാട് സ്ഥലത്തിലേക്ക്, റാന്നി, പത്തനംതിട്ട, ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്തുകളിലേക്ക് ബിഷപ്പ് ഓഫീസിൽ പോയി ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ അച്ഛന്മാർ തന്നെ, പിതാവ് തന്നെ നേരിട്ട് നമ്പർ കൊടുത്ത് അങ്ങനെ ഒരുപാട് ശുശ്രൂഷകൾ കർത്താവ് അങ്ങനെ തന്നു. ഞാൻ ഇത് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്, യേശുവിനെ കുറിച്ച് പറയുന്നതിനുള്ള ആഗ്രഹം കൊണ്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ സമ്പത്തോ എനിക്ക് അത് വേണം ഇത് വേണമെന്നല്ല, സുവിശേഷം പറയണം. ഈ കാലഘട്ടത്തിൽ ഇനി സുവിശേഷം പറയാനുള്ള ആൾക്കാർ കുറവാ. ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് വന്നു. 30 വയസ്സ് കഴിഞ്ഞ്, വിവാഹം കഴിയുന്നില്ല, ഒന്നും കഴിയുന്നില്ല, ഒരു ജോലിയില്ല, ഗൾഫിലേക്ക് പോകാൻ വിസ എടുത്തിട്ട് എല്ലാം തടസ്സമായിട്ട് കിടക്കുക. അപ്പം അതിനു വേണ്ടിയാ പുള്ളി ധ്യാനം കൂടെ വന്നത്. അപ്പം ഇങ്ങനെ കൗൺസിലിംഗ് ഇരുന്നപ്പോൾ അദ്ദേഹം സങ്കടം പറഞ്ഞു, ബ്രദറെ ഇങ്ങനെയാണോ അങ്ങനെയാണൊക്കെ അപ്പോൾ ഒരേ സങ്കടം പറഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, എന്നാലും പരിശുദ്ധാത്മാവുള്ള ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട്, ആ ജോലിക്ക് വരുമോ, ഏർപ്പാട് ചെയ്താൽ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ കുഴപ്പമില്ല, എന്ത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ജോലി പറഞ്ഞു, കർത്താവിൻ്റെ ജോലിയാണ്, സുവിശേഷമാണ് പറഞ്ഞു. സുവിശേഷത്തിന് നിങ്ങൾ വരുമോ, എൻ്റെ കൂടെ വരുമോ, ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, സുവിശേഷം പറയാൻ പറ്റത്തില്ലെന്ന് പറയാം, ഒരു ജോലിയുമില്ലെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ജോലിക്ക് വേണ്ടി വിളിച്ചപ്പോൾ പറ്റത്തില്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് എങ്ങനെയാ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? തടസ്സങ്ങൾ മാറണം, എല്ലാം മാറണം. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര് വരും, കർത്താവിന് വേണ്ടി പോകാൻ ആരില്ല. പറഞ്ഞ ഹല്ലേലൂയ. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ഇത് പറയുന്നത് കാരണം നിങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ച് വലിയ ഒരു അഭിഷേകമായിട്ടിരിക്കുന്ന ആൾക്കാരാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂട്ടായ്മകൾ ഇങ്ങനെയൊക്കെ ഓരോ ആളോടും പറയുമ്പോൾ അവർ പറയുന്നത്, ബ്രദർ അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, സുവിശേഷം പറയാനൊന്ന്. അങ്ങനെ സുവിശേഷം പറയണ്ട, നിങ്ങൾ ചുമ്മാ മധ്യസ്ഥ പ്രാർത്ഥന ഒരു വെള്ളം എടുത്ത് കൊടുത്താൽ അത് സുവിശേഷമാ. അപ്പൊ ധ്യാനം നടക്കുമ്പോൾ ആ ധ്യാനത്തിന് വന്ന് സഹായിക്കാം, എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ലെന്ന് പറയുക. വേറെ എന്തെങ്കിലും എനിക്ക് വലിയ ജോലി വേണം, ഇതൊക്കെ എങ്ങനെ ഒരു ജോലിയായിട്ട് കരുതുന്നത്? ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ ജോലിയാ, ഇത് ദൈവം നേരിട്ട് തരുന്ന. കാരണം ദൈവം കുരിശിൽ കിടന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മകനേന്ന് വിളിച്ചിട്ട് ഒരു സുവിശേഷം നീ എനിക്ക് വേണ്ടി പോകുമോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലിരുന്ന് ദൈവം നേരിട്ട് തരുന്ന സുവിശേഷം. ദൈവത്തിന് വേണ്ടി പോകാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ദൈവം കൊടുക്കുന്നത്. ഇത് നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്തിട്ട് കർത്താവിന് വേണ്ടി പോകാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരുപാട് വഴികൾ തുറന്നു തരും. ഒരിക്കൽ നമ്മുടെ മുമ്പിലെ വഴികൾ അടയല. അപ്പൊ അങ്ങനെയൊക്കെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രാർത്ഥന ദൈവം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. പ്രാർത്ഥനയിൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക്, അതുപോലെ പ്രഭാഷകൻ 7 പറയുന്നുണ്ടല്ലോ, 7:10, നിങ്ങൾ പ്രാർത്ഥനയിലെ മടുപ്പത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തിലേക്ക് പോകും. ചങ്ങനാശ്ശേരി മാതാവിൻ്റെ പാറപ്പള്ളിയിൽ പോയിട്ട് ആ പള്ളിയിൽ ഒരു ദിവസം ഞാൻ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് അവിടെ പോയി ഇരുന്നു. അപ്പം അവിടെ ഇരുന്നപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നേർച്ചയും, കുറേ ആൾക്കാരിങ്ങനെ വന്നു പോവുക. ഭയങ്കരമായിട്ട് ഒരു പള്ളി അവിടെ എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്താണ് അവിടെ പോയപ്പോഴും ഭയങ്കര ഒരു അനുഭവം, ഒരു അഭിഷേകം എനിക്ക് കിട്ടിയ പള്ളിക്കകത്ത് ഇരിക്കുമ്പോൾ. അപ്പം ഞാൻ മാതാവിനോടും പറഞ്ഞ്, പരിശുദ്ധമ്മേ, ഈ പള്ളിയിൽ എനിക്ക് ഒരു സുവിശേഷം പറയാം, യേശുവിനെ കുറിച്ച് പറയാ, എനിക്ക് ഒരു വായ്പ തരണമേ, ഏതെങ്കിലും ഒരു ദിവസം എന്നെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പള്ളിയിൽ ഒരു ദിവസം
അവിടെ ഇരുന്ന് വിളിച്ചിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബേവിച്ചെന്ന് പറയുന്ന ഒരു സഹോദരൻ അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ബ്രദർ ഒരു ക്ലാസ് എടുക്കാൻ വരണം 2 മണിക്കൂർ. അപ്പൊ ഞാൻ പോയി എവിടെയാണോ വരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പാറപ്പള്ളിയിലെ ചങ്ങനാശ്ശേരി പാറപ്പള്ളിയിലെ ബ്രദർ വരണം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞതേ ഉള്ളൂ. എന്റെ കണ്ണിനെറിഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ സുവിശേഷം പറയാ? നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുക. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. പണ്ടുള്ളവർക്ക് അങ്ങനെയാ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. അപ്പോസ്തലന്മാരൊക്കെ അവരിങ്ങനെ സ്വർഗം കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ആദ്യത്തെ രക്തസാക്ഷി എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹം കല്ലെറിഞ്ഞ് മരിക്കാൻ പോകുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇങ്ങനെയാ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറയാണ്, സ്വർഗം തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ സ്വർഗം തുറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്വർഗം ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോരുത്തർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. ആരാധന സമയത്ത് കഴിഞ്ഞ മാസം ധ്യാനം നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ നാളെ ധ്യാനം തുടങ്ങുക. 1 മാസമായി. പ്രിയപ്പെട്ടവർ, ആരാധന സമയത്തൊക്കെ അപ്പൊ ആരാധന ലീഡ് ചെയ്യാം. ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസം പാവങ്ങളെ കേട്ട് ഇങ്ങനെ ഇരിക്കുക. ചൊവ്വാഴ്ച രാവിലെ കുമ്പസാരം 10 മണിക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അന്ന് രാത്രി ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ആരാധനയിൽ ഇങ്ങനെ പറയുകയാണ്, കർത്താവ് നിങ്ങളുടെ മധ്യയിൽ ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ദൈവം ഇറങ്ങി വരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഉറപ്പായിട്ട് ഇറങ്ങി വരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ കുരിശിൽ കിടക്കുന്ന യേശു ഞങ്ങൾക്ക് 2 പേർക്ക് അതേ ഒരു സംഭവം, ഒരു അനുഭവം കിട്ടിയതാ. വേറെ ഒരു ബ്രദറുണ്ട്, അതിന്റെ ഈ ടീമിന്റെ ലീഡർ വിജേഷ് ബ്രദർ. ഞാൻ പറഞ്ഞു, കർത്താവ് ഈ സമയത്തിൽ എൻ്റെ മക്കളെ, കർത്താവ് ഇതാ ഇറങ്ങി വരുന്നു ഈ ദിവ്യ കാരണത്തിലേക്ക്. കാരണം ഒരു ആരാധനയും ലൈവാണ്. ദൈവം ഇറങ്ങി വരുന്ന ഒരു പ്രാർത്ഥനയാണ് ആരാധന. കാരണം ആ ആരാധനയിലാണ് ഈശോനെ ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ആ ദൈവം ഇറങ്ങി വരുന്നു. ആരാധന നടത്തുമ്പോൾ നമ്മുടെ പാവങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഇതാ ദൈവം ഇറങ്ങി വരുന്നു. പ്രിയപ്പെട്ടവർ, നീ ഏത് ഭാവിയാണെങ്കിലും യേശുവിന്റെ മുമ്പിൽ പറ, നാളെ നിനക്ക് കുമ്പസാരമല്ലേ, നീ ഇന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ 2 കൈയും കുരിശിൽ കിടക്കുന്ന ആണി 2 കൈയും പറിച്ചിങ്ങനെ ഇറങ്ങി വരുന്നത് പ്രിയപ്പെട്ടവരെ പച്ചയ്ക്ക് കണ്ട് ആരാധനയില്. അപ്പോൾ ആ ബ്രദറും പറഞ്ഞ് ഇങ്ങനെ യേശു ഇറങ്ങി വരുവാന്ന് പറഞ്ഞ് എൻ്റെ കണ്ണിനിറങ്ങി ഇങ്ങനെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആരാണ്? നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവം നമുക്കൊരു ജോലിക്കാരനാണ്. നമ്മൾ എല്ലാ ആവശ്യവും ദൈവത്തോടെ നമ്മൾ പറയുന്നുണ്ട്, എനിക്ക് അത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം, എനിക്കിത് നടത്തി തരണം, അത് നടത്തി തരണം. ഒരു വേലക്കാരൻ പോലെയാണ് ദൈവത്തെ നമ്മൾ വിളിച്ച് ഓരോ കാര്യങ്ങൾ. ഒരു സഹോദരി ഇങ്ങനെ വന്നു എല്ലാം നടത്തി തന്നു. ഒരേ ഒരു നിയമം മാത്രം ദൈവം നടത്തി കൊടുത്തില്ല. അവർ പ്രാർത്ഥന നിർത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ, ഇതെല്ലാം നടത്തി തന്ന ദൈവത്തിന് അത് മാത്രം എന്തിനാ നടത്തി തരാത്ത എന്ന് ചോദിക്കുക. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ആരാണ്? ദൈവത്തോട് നമ്മൾ പറയുകയാണ്, എനിക്ക് അത് വേണം, ഇത് വേണം. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരും. നമ്മൾ ഇങ്ങനെ ഒരു കൊച്ചു പിള്ളേർ ചോദിക്കുന്ന പോലെ എനിക്ക് ജോലി വേണം, അത് വേണം, ഇത് വേണം, കാറ് വേണം, അല്ലെങ്കിൽ കൂടുതൽ ഇത് വേണം, ഇതെല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം തരും, ഉറപ്പായിട്ട് തരും. ദൈവം ഒരിക്കലും തരാതിരിക്കുകയില്ല. പക്ഷെ ഇത്രയും തന്നിട്ടും ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നില്ല. ആ സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിനെ ഉപേക്ഷിക്കുക. പിന്നെ ഒരു സമയം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വേലക്കാർ പോലെ ഇങ്ങനെ എപ്പോഴും പണി ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ദേഷ്യം വരും. നമ്മുടെ ദൈവം അങ്ങനെ ഒന്നുമില്ല, സ്നേഹമുള്ള ദൈവമാണ്. നീ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുന്ന ഒരു ദൈവം, നമ്മൾ പറഞ്ഞാലും നമ്മളോട് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. പ്രിയപ്പെട്ടവർ, ഇത് ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ പറയുമ്പോൾ കർത്താവ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ട് അന്നേരം തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്നവരൊക്കെ കരയാൻ തുടങ്ങി. യേശു 2 കൈയും ആണിയിലിരുന്ന് ആ കുരിശിൽ കിടന്ന് പറിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരിക ആ ചോരയോടെ കൂടെ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നതാ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മൾ 1 ദിനവൃത്താന്തം നമ്മൾ വായിച്ചിട്ടുണ്ട്. 1 ദിനവൃത്താന്തം എടുക്കാമോ? ബൈബിളുള്ളവരെടുത്ത് 1 ദിനവൃത്താന്തം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം 9 മുതൽ വായിച്ചാൽ മതി. അവിടെ പ്രാർത്ഥന കേൾക്കുന്നത് ദൈവം നമ്മൾ കാണാൻ പറ്റും. ഒന്ന് വായിക്കാവോ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അതന്നെ 1 ദിനവൃത്താന്തം 4:10. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കേട്ടോ, അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയാ അബ്രഹാമത്തിന്റെ പ്രാർത്ഥന. നമ്മൾ ഉൽപ്പത്തി 22:8 ദൈവം തരും. അബ്രഹാമും പ്രാർത്ഥിച്ചപ്പോൾ അതേപോലെ തന്നെ ദൈവം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ദൈവം നമുക്ക് തരും. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ട്. ഏലിയായുടെ പ്രാർത്ഥന ദൈവം കേട്ട്. പ്രിയപ്പെട്ടവരെ, 1 സാമുവേൽ എന്നിട്ട് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ഹന്ന എത്ര വർഷമായിട്ട് ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടത് കണ്ണുനീരോട്. അവളുടെ പ്രാർത്ഥനയും ദൈവം കേട്ടെന്നാ പറയുന്നേ. ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇവിടെ പോയി, ഞാൻ ഒരു സംഭവം നിങ്ങളോട് പറയുക. ഈ ഇടയ്ക്ക് നടന്നതാ തിരുവനന്തപുരത്തില്. അപ്പോൾ ഒരു സഹോദരൻ എപ്പോഴും ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. എന്തെങ്കിലും ഒരു ചെറിയ വിഷമം വന്നാൽ പറയും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാവോ? ബ്രദറെ, എനിക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെയാ, എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥന. പുള്ളി എപ്പോഴും ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും വിളിക്കും പ്രാർത്ഥന ചെയ്യും, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നിട്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരാള് ഒരു ദിവസം അദ്ദേഹത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കടബാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയാം? ഇയാള് ആരാണ്ടൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രവാദി അടുത്ത് പോയി. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം പറഞ്ഞതാണ്. ആ സമയമൊന്നും പ്രാർത്ഥിക്കണമെന്നും ചോദിച്ചിട്ടില്ല. പെട്ടെന്ന് ആരാണ്ടൊക്കെ പറയും, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ഇന്നൊരു ഇടത്തേക്ക് പോയാൽ മതി, അവിടെ ഒന്നും കൊടുക്കണ്ട, അവർ നമ്മളെ കാര്യം ഇങ്ങോട്ട് പറയും. ഒരു പരിശുദ്ധാത്മാവിൽ ഇറങ്ങി കൗൺസിലിംഗ് ഇങ്ങനെ ചെയ്യുന്നത് പോലെ അവർ ഇങ്ങോട്ട് പറയും എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നു. അവിടെ ഇവർ എന്തായാലും പോകാന്ന് പറഞ്ഞ് ചെന്നു. പ്രിയപ്പെട്ടവർ, ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അയാള് പറഞ്ഞതെല്ലാം കാര്യങ്ങളെല്ലാം ഇവരുടെ കുടുംബത്തിൽ നടക്കുന്നത് ശരിയായ കാര്യമാണ്. കറക്റ്റായ സംഭവങ്ങൾ പറഞ്ഞു വന്നു. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ്, നിങ്ങളുടെ മൂത്ത മകൻ മരിക്കും, വണ്ടി ആക്സിഡന്റിൽ മരിക്കും. അപ്പൊ ഇയാൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഇയാൾക്ക് പെട്ടെന്ന് ഒരു ഷോക്കായി. എൻ്റെ മകൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് കരയാൻ തുടങ്ങി. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങൾ കരയണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ടാണ് ഇദ്ദേഹം എന്നെ ഫോൺ വിളിക്കുന്നത്. ബ്രദർ എന്ന് പറഞ്ഞിട്ട് പുള്ളി പൊട്ടി കരയുക. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ കരയണ്ട, എന്താ? ഞാൻ പേടിച്ചു പോയി, ഇനി എന്തെങ്കിലും സംഭവിച്ചത് എന്താണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ കരയണ്ട, കാര്യം പറ, എന്താണോ? ബ്രദർ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാം. അപ്പൊ ഞാൻ എന്താണ് അബദ്ധം പറയാൻ പറഞ്ഞു. നിങ്ങൾ കരയൊന്നും വേണ്ട, പറയാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ പറയുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ നിങ്ങൾ പോകരുത്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പം ഒരു വർഷമായി ഈ സംഭവം നടന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ അവിടെ നിന്ന് വരണം. അവിടെ വന്നിട്ട് നേരെ പോയി അച്ഛനെ കണ്ട് കുമ്പസാരിക്കണം. കുമ്പസാരിച്ച്, ഞാൻ ചെയ്ത പാവമാണ്, കുമ്പസാരിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹം തരും എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പിന്നീട് അദ്ദേഹം കുമ്പസാരിച്ച് ആ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ആ മകൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചില മേഖലയിലേക്ക് പോകുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചില മേഖലയിലേക്ക് പോകും. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാമോ? ഒന്ന് എടുത്തിട്ട് നമ്മളത് 1 മുതൽ വായിക്കാം. സക്കറിയായുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 1 മുതൽ നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യല്ലേ? അതെ. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ
അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് അനുസരിച്ചാണ്. അല്ലയോ ശ്രേഷ്ഠനായ തിയോഫിലോസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. അത് നമുക്ക് 6 മുതൽ വായിച്ചേ ബ്രദർ. അത് 6 മുതൽ വായിച്ചേ. 6, 7 അങ്ങനെ. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. അവർക്ക് ഇവിടെ സക്കറിയായിക്ക് കുരി വീണത് കുറിച്ചാണ് പറയുന്നത്. ദേവാലയത്തിലെ സക്കറിയായിക്ക് കുരി വീണു. ദേവാലയത്തിലേക്ക് രൂപം സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങി പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്രിയാക്കി കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് സമൂഹം മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു വലിയ സമൂഹം തന്നെ ദേവാലയത്തേക്ക് വെളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ദൈവങ്ങളെ കേൾക്കും. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ഏറെ ഒരു നാളുമായിട്ട് ഈ സാറ വന്തി എന്ന് പറഞ്ഞു, അവങ്ങൾക്ക് കൊച്ചു ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരുന്ന സമയത്തിലാണ് ഇവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ എത്ര പ്രായം കഴിഞ്ഞിട്ടും ഇവർ മടുപ്പ് തോന്നാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. മന്ത്രവാദി അടുത്ത് പോയില്ല. വായിച്ചോ ബ്രദർ, അവിടെ നിന്നിട്ട് വായിച്ചോ. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്രിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇവിടെ പറയാണ്, സക്രിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന ദൈവം ഇന്ന് കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കണ്ടോ, നമ്മൾ ഇത്ര നാൾ പ്രാർത്ഥിച്ചു. ഈ സക്രിയ എത്ര നാളിന് വേണ്ടി ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇവര് രണ്ടുപേരും, ഇവർക്ക് കുഞ്ഞുങ്ങളൊന്നും കിട്ടിയില്ല. കാരണം ഇവർക്ക് പ്രായം കവിഞ്ഞവരാ രണ്ടുപേരും. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതാ പ്രിയപ്പെട്ടവരെ, സക്രിയ അത്രമാത്രം കൽപ്പനകൾ കാത്ത് പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം പ്രമാണങ്ങള് ഇങ്ങനെ ലംഘിക്കാതെ ദൈവം തരുന്ന പ്രമാണങ്ങള് 10 പ്രമാണങ്ങൾ അങ്ങനെ തന്നെ പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു മന്ത്രവാദം എടുത്തിട്ടോ ഒരു സ്ഥലത്തും പോയില്ല. ഇത്രയും പ്രായമായില്ലേ, അല്ലെങ്കിൽ അവിടെ പോയി നോക്കാം ഇവിടെ പോയി നോക്കാം, ഒന്നും പോയില്ല. അദ്ദേഹം കർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാ ഇതാ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയാണ്, ഇന്ന് നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് പ്രാർത്ഥന. ഇവരൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെയാ. ഒന്നിനെയും നമ്മൾ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന വിട്ടിട്ട് പോയി ദൈവം വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ വിട്ടിട്ട് ഓടുന്നതല്ല. വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച്, ഇവരൊക്കെ എത്ര വർഷമായിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദേവാലയത്തിലിരിക്കുമ്പോൾ സമൂഹം മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നത് പറയാണ്, ഇന്ന് നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഇതാ പ്രിയപ്പെട്ടവരെ, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുക. ദൈവത്തിന്റെ പ്രാർത്ഥന ഏത് സമയമൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് തക്ക സമയത്തിന് കർത്താവ് ഇടപെടുന്നത്. അവിടുത്തെ സത്യമായ കരങ്ങളിലെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയം നിങ്ങളെ ഉയർത്തും. 1 പത്രോസ് 5-6 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥന മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ദൈവം നമ്മളെ ഉയർത്തും. ആ സമയം ഏതാ എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സക്കറിയ എലിസബത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അവർ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇങ്ങനെ പള്ളിക്ക് പോകുന്നവരായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ മേഖലയിലേക്ക് ഏതെങ്കിലും ഒരു ദിവസം ദൈവം നമ്മൾ നിങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. ഇതുവരെ ആയിട്ട് ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വചനം കേട്ടു നോക്കണം. ഈ വചനം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു ദിവസം വഴികൾ തുറക്കപ്പെടും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയാണോ? അപ്പോൾ നമ്മൾ സുഭാഷിതങ്ങൾ 6:3-6 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, നിങ്ങൾ എല്ലാവരും ദൈവപ്രവൃത്തിയോടെ എല്ലാ ചിന്തയോടെ ചെയ്യുവീൻ,
നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തെളിച്ചു തരും. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ വഴികൾ തുറന്നു തരും. ഏഷ്യ 45:2 വചനം പറയുന്നില്ലേ, നിനക്ക് മുമ്പ് പോയി ഞാൻ മള്ളികൾ നിറപ്പാക്കും. അപ്പോൾ ദൈവം നമുക്ക് വഴികൾ തുറന്നു തരും. അടഞ്ഞ വഴികളൊക്കെ ദൈവം തുറക്കും. പ്രാർത്ഥിക്കുമ്പോൾ തുറക്കും. പ്രാർത്ഥിച്ചപ്പോൾ ആകാശം തുറന്ന് ദൈവം മഴ തന്നില്ല. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും കാണുന്നില്ല, മഴ നല്ല വെയിലാ. പ്രസിഡന്റിനോട് പറഞ്ഞു 7 പ്രാവശ്യം പോയി നോക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ഒന്നും കാണുന്നില്ല, കടലിലിരുന്ന് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും പ്രാർത്ഥന നിർത്തിയില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരു കൈമേഘം ഒരു മേഘം പൊങ്കി വരുന്നെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥന അവസാനത്തിൽ പ്രസിഡന്റിനോട് പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മഴ വരാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇതാണ് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥന ദൈവം ഇങ്ങനെ കേൾക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിലെ കർത്താവ് തന്നെ പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവർ പ്രാർത്ഥനയെ കുറിച്ച് ഇങ്ങനെ പറയാണ്. ശിഷ്യന്മാര് സ്ഥാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നാണ് അവർ യേശുവിനോട് പറയുന്നത്. കാരണം യേശു എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ 17 വായിക്കുമ്പോൾ കാണാൻ പറ്റും. ദൈവം ആ വാക്യം മൊത്തം ഇങ്ങനെ പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയാ ദൈവം യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്ന അവസാന മണിക്കൂറുകളിൽ. എനിക്ക് തന്നവർ ആരെയും ഞാൻ നഷ്ടപ്പെട്ടിരിക്കുന്നില്ല. പിതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാ മധ്യസ്ഥ പ്രാർത്ഥന. അപ്പൊ നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, നമുക്ക് തന്നവർ, നമ്മുടെ കുടുംബത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ കൂട്ടായ്മയിലൊക്കെ ദൈവം വലിയൊരു അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് IMS ആലപ്പുഴ IMS ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം നടത്താം. ദൈവം ഒരു ഭാഗ്യം തന്നെ നമ്മൾ കുഞ്ഞുമമ്പുറ ഞങ്ങൾക്ക് അറിയാൻ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വന്നതാണ്. അപ്പോൾ സഹനാഭിഷേക ധ്യാനം എന്ന് പറഞ്ഞ് ഒരു ധ്യാനം തുടങ്ങി. അപ്പോൾ കുഞ്ഞുമമ്പുറത്തിൽ പറഞ്ഞ് ബ്രദർ അതിലൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ ധ്യാനമൊക്കെ ചെയ്ത്. എന്തായാലും IMS പോയപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ആ സെന്ററിലേക്ക് പോകുന്നത്. അപ്പോൾ IMS ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ തിങ്കളാഴ്ചകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ശുശ്രൂഷകളൊക്കെ. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ മാതാവിനോട് അങ്ങനെ വലിയ കാര്യമായിട്ട് ചോദിച്ചില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആദ്യ തിങ്കളാഴ്ച ഇങ്ങനെ ആളിങ്ങനെ നിറഞ്ഞിരിക്കുക. വലിയ ഒരു കോളുണ്ട്. നിങ്ങൾ IMSക്ക് പോയവർക്ക് അറിയാം. ആ കോൾ നിറച്ച് അങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ശുശ്രൂഷ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധമ്മേ മാതാവേ, ഇവിടെ ഒരു ദിവസം ഇരുന്ന് ഈ ഓൺലൈനിൽ ലൈവായിട്ട് ശുശ്രൂഷ ചെയ്യാം, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് മുമ്പിൽ പോയിട്ട് ആ രൂപത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാം, എന്നെ സഹായിക്കുന്നു പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം അവിടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് പോലെ 2-3 മാസം ആയും തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ ശരിക്കും ഓർക്കുന്നില്ല. എന്തായാലും ഞാൻ അവിടെ പോയി 2 മാസമായും തോന്നും. അപ്പോൾ അവിടെ പോയി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞിരുന്ന ഒരു അച്ഛൻ വന്നില്ല. അപ്പോൾ ഉടനെ അവർ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ട് ബ്രദർ രാജ്യ ബ്രദർ കയറണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അവിടെ എത്രയോ ശുശ്രൂഷകർ ഒരാഴ്ചയിൽ തന്നെ 3-4 ധ്യാനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എത്രയോ ശുശ്രൂഷകർ അവിടെ ഉണ്ട്. എന്നാലും പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ടതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിങ്ങനെ ഒരു സംഭവം മാതാവിനോട് പറയുന്നത് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സുവിശേഷം പറയാം, കർത്താവിനെ കുറിച്ച് പറയാം, ഒരു ദാഹം നമുക്കുള്ളത് കൊണ്ട് ദൈവമേ, ഇവിടെ ഒരു പ്രിയപ്പെട്ടവരെ ആ ഓൺലൈനിലേക്ക് എനിക്ക് കണ്ണു നിറഞ്ഞുപോയി. ഇവിടേക്ക് നിന്ന് പ്രിയപ്പെട്ടവരെ അതുപോലെ അത്രയും 14 മുമ്പ് നിന്നുകൊണ്ട് ആ ഓൺലൈനിലെ കൂടെ 1 മണിക്കൂർ ക്ലാസ് എടുക്കാം. പരിശുദ്ധ അമ്മ ഈശോ എന്നെ സഹായിച്ച് അവിടെ നിർത്തി. പ്രിയപ്പെട്ടവർ, ഇത് എൻ്റെ മകൻ പറയാൻ വേണ്ടിയല്ല. നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ചുമ്മാ പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഇടപെടും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. സക്കറിയയുടെ പ്രാർത്ഥന കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനയും കേൾക്കും. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുകയാണ് 11-ാം അധ്യായം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വചനമാണ്. നമുക്ക് എല്ലാവരും നിങ്ങൾ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കുന്ന ഒത്തിരി ബ്രദർമാരൊക്കെ വന്ന്
അഭിഷേകം നിറഞ്ഞ ബ്രദർമാരൊക്കെ വചനം പങ്കുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് യേശു പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനയുടെ ശക്തി. ഒന്ന് വായിച്ചേ ബ്രദറെ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതന് ഉണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് മൂന്നപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവൻ വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ. അത് മതി ബ്രദറെ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ദൈവം പറയുകയാണോ ഒരു സ്നേഹിതൻ എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു, ഇതൊരു ഉപമയായിട്ട് പറയുകയാണോ എന്ന് പറഞ്ഞാലും അദ്ദേഹം പറയുകയാണ്, അകത്തിരുന്ന് പറയുകയാണ്, ഞാൻ കിടക്കയിലാണ്, കിടന്നു, നിനക്കിപ്പോ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വിട്ടിട്ട് അദ്ദേഹം പോകുന്നില്ല എന്ന് പറഞ്ഞ ഒരു നിർബന്ധമാ. പ്രാർത്ഥനയിലെ ഒരു നിർബന്ധം വേണം. പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പൊ നമുക്കൊരു നിർബന്ധമാ. ഇപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ കൂട്ടായ്മയിലൊക്കെ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്ന നിർബന്ധമായിട്ട്. ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടന്നു പോകുന്ന കൂട്ടായ്മയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമുക്കൊരു നിർബന്ധമുണ്ട്, ഇത്ര മണിക്ക് ഇത്ര തുടങ്ങും, ഇത്ര മണിക്ക് കയറണം, ഇത്ര മണിക്ക് ഇങ്ങനെ തുടങ്ങണമെന്നൊക്കെ. ഇത് ഒരു നിർബന്ധമാ, ഒരു സമയവാ. ദൈവം നമ്മളെ കാണും പ്രിയപ്പെട്ടവരെ. ഈ നിർബന്ധം പൊടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് അവർക്ക് വേണ്ടത് കൊടുക്കും. അപ്പൊ നിർബന്ധം വേണം. അപ്പൊ അതാണ്, നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ലഭിക്കും. അതിന്റെ അവസാനം വരെയാണ് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവർ, നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് തരും. നമ്മൾ എന്തൊക്കെയോ ദൈവത്തോടെ ചോദിക്കുന്ന അതെല്ലാം കിട്ടുന്നുണ്ട് പ്രിയപ്പെട്ടവർ. ഇതാണ്, നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. കർത്താവ് ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ജോലി ഇപ്പൊ എത്രയോ പേർക്ക്, ഇപ്പൊ കൃപാസനം എത്രയോ പേര് അവിടെ പോയി അവരെ അനുഗ്രഹം കിട്ടുന്നു. മാതാവിന്റെ ഇതിലേക്ക് പോയിട്ട് അവർ ഒരു നിയോഗമായിട്ട് സമർപ്പിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഓൺലൈനിലൂടെ ഇപ്പൊ എത്രയോ പേര് നമ്മൾ പങ്കെടുക്കുന്നു, അവർക്കൊക്കെ ആ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് കിട്ടുന്നു. ഓരോ ശുശ്രൂഷകളും ഡൊമിനിക് അച്ഛൻ്റെ ശുശ്രൂഷകൾ, അണക്കറിൽ നടക്കുന്ന ഡാനിയൽ അച്ഛൻ്റെ ശുശ്രൂഷ, ഓരോ ശുശ്രൂഷകൾ നമ്മളിങ്ങനെ പങ്കെടുത്തുകൊണ്ടായിരിക്കുന്നേ. ഏത് സമയവും ലൈവായിട്ട് പങ്കെടുക്കുന്നു. അതിലേക്കും നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം ആ ലൈവായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അനുഗ്രഹം ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ദൈവം പോലെ ഏത് ദൈവമാ ഉള്ളത്? യേശു ക്രിസ്തു പോലെ ഒരു ദൈവവുമില്ല പ്രിയപ്പെട്ടവരെ. ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രിയപ്പെട്ടവർ, ഒരു കടകാരനുടെ പോയിട്ട് സാധനം നമ്മൾ ലിസ്റ്റ് കൊടുത്ത് സാധനം വാങ്ങിക്കുന്ന പോലെയാണ് ദൈവത്തോടെ നമ്മൾ ചോദിക്കുന്നത്. എന്നിട്ടും ദൈവം ഒരു മടിയും പറയാതെ നമുക്ക് തരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട, അതിൻ്റെ നന്ദിയോടെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സക്കറിയ പ്രാർത്ഥിച്ചതുപോലെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ടും അവിടെ ഓടിയില്ല, ഇവിടെ ഓടിയില്ല, ഒരു സ്ഥലത്തും പോയില്ല. എന്നാൽ അവര് ദൈവ കൽപ്പനകൾ കാക്കുന്നവരായിരുന്നു, കൽപ്പനകൾ മൊത്തം പാലിക്കുന്നവരായിരുന്നു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ട് ഒരു ദിവസം, ഇന്ന് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവം ഉറപ്പായിട്ട് തീർച്ചയായിട്ടും കേൾക്കും. പറഞ്ഞ ഹല്ലേലൂയാ. നമ്മൾ 2 ദിനവൃത്താന്തം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. 2 ദിനവൃത്താന്തം 7:15 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. എന്താണ് അവിടെ പറയുന്നത്? 2 ദിനവൃത്താന്തം 7:15. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. കണ്ടോ? അപ്പൊ ഇവിടെ ഇരുന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങളും ദൈവം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ. അതാണ്. ആരെങ്കിലും അങ്ങനെ ഇരിക്കുവോ? നമ്മളെ കാത്ത ആരെങ്കിലും ഇരിക്കുവോ? എങ്ങനെ ഇരിക്കുകയില്ല. ഇതുപോലെ ഒരു ദൈവം എവിടെയാ ഉള്ളത്?
യെശയ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, നീ പ്രാർത്ഥിക്കുന്ന തീർന്നു മുമ്പ് തന്നെ നിനക്ക് മറുപടി തരും. പ്രാർത്ഥിച്ച് തീർന്നത് മുമ്പ്. നീ മനസ്സിൽ എന്താ ചിന്തിക്കുന്നത്? സക്കേസിന് പറഞ്ഞ ഒരു വ്യക്തി യേശുവിനെ കാണാൻ 19 അധ്യായത്തില് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ യേശു അവിടെ വന്നു. പക്ഷെ യേശു പോകുന്ന വഴിയിലേക്ക് ഇദ്ദേഹം ഓടി നിൽക്കുകയാണ്, ഒരു മരത്തിൽ കയറിയിരിക്കുക. അപ്പൊ വേഗം തന്നെ ഇറങ്ങി വരാൻ പറഞ്ഞു. കണ്ടോ, അവന്റെ ആഗ്രഹം, ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ദൈവം നമ്മൾ കാണുന്നത് 90-ാം സങ്കീർത്തനത്തിൽ നമ്മളൊക്കെ വായിക്കുമ്പോൾ കാണാൻ പറ്റും. രഹസ്യ പാവങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 90-ാം സങ്കീർത്തനം 8 അവിടെ പറയുന്നത് ഇതാണ്: രഹസ്യ പാവങ്ങൾ പോലും നീ മറച്ചു വെക്കാൻ, ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ഉള്ളിലുള്ള എല്ലാം കാണുന്ന ദൈവം. നീ പ്രാർത്ഥിച്ച് തീരും മുമ്പ് തന്നെ നമുക്ക് മറുപടി. ജെറമ്യാ 33:3 പറയുന്നുണ്ടല്ലോ, നീ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി തരാം. ദൈവം ഇതുപോലെ ഏത് ദൈവമാണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒരിക്കലും മടുപ്പ് തോന്നരുത്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇതുപോലെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം ദൈവം ചില വഴികൾ തുറന്നു തരും. അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കും. വേറെ ഒന്നും നമ്മൾ ചോദിക്കണ്ട. കർത്താവിൻ്റെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ പോവുക, സുവിശേഷം പറയാം, കർത്താവെ നിന്റെ വഴികളിലേക്ക് നടക്കാം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ വലിയ ഒരു അനുഗ്രഹം എന്ന് പറയും. നമ്മളിവിടെ ഒരു ജിജോ ബ്രദർ ഉണ്ട് കൂത്തരപ്പള്ളിയിൽ. ജിജോ ബ്രദർക്ക് 2 കണ്ണും കാണത്തില്ല. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ എൻ്റെ വീട്ടിലേക്ക് വചനം പറയാം, ബ്രദർ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി രൂപതയിലേക്ക് വീട്ടിൽ അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കുന്നത് ബന്ധക്കോസുകാർ അങ്ങനെ ഉള്ളവരൊക്കെയാണ്. കത്തോലിക്കരൊന്നും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇദ്ദേഹം വീട്ടിലെന്ന് പറഞ്ഞപ്പോൾ, അതായത് കഴിഞ്ഞ പെസഹ ബുധനാഴ്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ശുശ്രൂഷ ചെയ്യണം, ഒരുപാട് ആൾക്കാർ വരും, ബ്രദർ വരണമെന്ന് പറഞ്ഞു. ഞാൻ പെസഹ ബുധനാഴ്ച അവൾ എന്തായാലും പ്രാർത്ഥിച്ച് 1 മാസം മുമ്പേ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അവളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, ഞാൻ പറയാൻ ബ്രദർ എങ്ങനെയാണെങ്കിലും പറയണം, നേരത്തിലെ പറയണം, ഞാൻ വേറെ ആരെങ്കിലും ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയാണ് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറയുന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ 2-3 പേരോട് അങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ, വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഒരു ഇതാണ്, അപ്പം പള്ളിയിലേക്ക് പോയിട്ട് നമുക്ക് അങ്ങനെ ഉള്ള ഒരു ഇതുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് പോയി പ്രാർത്ഥിക്കണം, അവിടെ ഒരു കൂട്ടായ്മയാണ് പറയുമ്പോൾ സാധാരണ വീട്ടുകളിൽ പോയി പ്രാർത്ഥിക്കും. എന്തായാലും അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ ബ്രദറിനോടും പറഞ്ഞു, എന്തായാലും ഞാൻ വരാം. അദ്ദേഹം ഒരു കത്തോലിക്കനാണ്. എല്ലാ ദിവസവും അവിടെ വെള്ളിയാഴ്ചകളിൽ ഇദ്ദേഹമാണ് അവിടെ കൂത്തരപ്പള്ളിയിൽ അങ്ങനെ ആരാധനയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചങ്ങനാശ്ശേരിയിൽ 2-3 പേരെ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ബ്രദർ കുഴപ്പമില്ല, ബ്രദർ പോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ പോയി. പ്രിയപ്പെട്ടവരെ, അവിടെ പുള്ളി ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഒരു വീടിൻ്റെ ഒരു സാപ്പിൾ, ഇങ്ങനെ വലിയൊരു സാപ്പിളുണ്ട്, അവിടെ നിറച്ചപ്പോൾ ആൾക്കാരൊക്കെ അവിടെ വന്ന് കുറേ പേര് ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ അങ്ങനെ പോയി. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോയി. വലിയ ഒരു അഭിഷേകമാണ്. അദ്ദേഹത്തിന് 2 കണ്ണും കാണത്തില്ല, ഭയങ്കര ടെലിവൻസ് ചെയ്യും, ഇങ്ങനെ പിശാചിനെയൊക്കെ ബന്ധിക്കും. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പിശാചിനെ ബ്രദറിൻ്റെ കൂടെ ശുശ്രൂഷയിൽ പോയിട്ട് ഇങ്ങനെ പിശാചിനെ ഇങ്ങനെ പിശാചെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഭിത്തിയിൽ കയറിപ്പോയിട്ട് ഈ ബ്രദർ വന്ന് അടിച്ചു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് കണ്ണ് കാണത്തില്ല. അപ്പം ഇങ്ങനെ നിന്നതുകൊണ്ട് അവിടെ പിടിച്ച് ബന്ധിച്ച് അതിനെ താഴെയിട്ടു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാ. വലിയൊരു അഭിഷേകമുള്ള ബ്രദർ. അപ്പം അങ്ങനെ ഞാൻ പോയി അവിടെ ശുശ്രൂഷ ചെയ്യും. വലിയ ഒരു അഭിഷേകമായിട്ട് പരിശുദ്ധാത്മാവ് അവിടെ ആ വീട്ടിൽ പോയി ശുശ്രൂഷ ചെയ്യാം, വലിയ ഒരു അഭിഷേകം തന്നു. ഞാൻ പറയുന്നത്, ഞാൻ അവിടെ പോകാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ദൈവം അങ്ങനെ ഒരിത് വിളിച്ചപ്പോൾ അത് ആലോചിച്ചിട്ടാണ് ഞാൻ പോയത്. എന്നാൽ അത് ദൈവ പദ്ധതിയായിരുന്നു. അവിടെയുള്ള അച്ഛനൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ സഭയോട് ചേർന്നാണ് ആ ബ്രദർ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ വന്ന് അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച ആ വീട്ടിലിരുന്നു. പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന് സന്തോഷമായി. ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചില മേഖലയിലേക്ക് നമ്മൾ പോയി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ഓരോരുത്തർക്ക് കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയുടെ പ്രത്യേകിച്ച് വരാനുള്ള ഇന്ന് ക്ലാസ് എടുക്കാം. കർത്താവ് ഒരു സമയം ടൈം തന്ന്, ഇതൊന്നും നമ്മുടെ അല്ല, ദൈവത്തിൻ്റെയാണ്.
നമ്മളിവിടെ ഇരിക്കുന്നത്, നമ്മൾ പറയുന്നതെല്ലാം ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് തന്നെ കേൾക്കുന്നുണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന ഇതുപോലെ ഒരു ദൈവമില്ല. അതുമാത്രമല്ല, നമ്മുടെ ഉള്ളില് യേശു ഉണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ, പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ ഉള്ളവർക്കൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിക്കാം. എല്ലാവർക്കും സാധിച്ചെന്ന് വരികയില്ല. എന്തായാലും നിങ്ങൾ ഓൺലൈനിലാണെങ്കിലും വിശുദ്ധ കുർബാന നിങ്ങൾ കാണണം, സ്വീകരിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും. കാരണം വിശുദ്ധ കുർബാനയിലൂടെയാണ് ദൈവത്തെ നമ്മൾ ഏറ്റവും അടുത്ത് അറിയുന്നത്. വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ കുർബാനയിലൂടെ അനുദിനം ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യേശുവ് നമ്മളുമായി ഒന്നായിട്ട് തീരുകയാണ് അവിടെ വിശുദ്ധ കുർബാനയിലൂടെ. പിന്നീട് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:4 വചനം പറയുന്നുണ്ട്, ഉള്ളിലുള്ളവൻ പുറമുള്ളവനേക്കാൾ സത്തനാണ്. ഏത് പിശാചെക്കാട്ടിലെയും സത്തനായ ദൈവം നമ്മുടെ ഉള്ളിലെ സക്കരയായിട്ട് നമ്മുടെ ഉള്ളിലെ കടന്നു വന്നു. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. 1 കൊരിന്തോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാം അധ്യായം 16-17 വാക്യത്തില്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആലയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിൽ നമ്മുടെ ശരീരം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. റോമർ 12 വചനം പറയുന്ന പോലെ അതായിരിക്കും യഥാർത്ഥ ആരാധന. നമ്മൾ തന്നെ നമ്മൾ കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയിലേക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ഒരു അവസരം കിട്ടി, ഈ വചനം പങ്കുവയ്ക്കാം. അവസരം കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെയും ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്കും കാണും. മാതാവ് ഒരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ നടത്തുന്നത് കാണും. നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാർ, അതായത് ഇപ്പം ബസലിക്കായിട്ട് വിജയമാറ രൂപത പള്ളിയാണ് മൂന്നാർ. ആ ബസലിക്കായിട്ട് പരിശുദ്ധ പിതാവ് തന്നെ ആ പള്ളി പ്രയാജി ഇപ്പം 2-3 ആഴ്ചയിലായിട്ടുള്ളൂ ആ പള്ളിയിലേക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവിടെ പോയി ഒരു ദിവസം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു മൂന്നാർ പോകണം. അപ്പം മൂന്നാർ കണ്ടിട്ടില്ല. ഞാൻ കുമളിയിലെ കിടക്കാനുള്ള അടുത്താണ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, മൂന്നാർ പോകണമെങ്കിൽ ദൈവം വചനമായിട്ടേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ, കർത്താവെ അതിനൊരു വഴി തുറന്നു തരണം. അങ്ങനെ ദൈവം ആ പള്ളിയിൽ പോയി വചനം പറയാം. കർത്താവ് ഒരു ഇടവരുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ ഓരോ സ്ഥലവും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയും ടൂറ് പോകാം, ഊട്ടിക്ക് പോകണം. അപ്പം അങ്ങനെ ഊട്ടിക്ക് പോയി ധ്യാനം ചെയ്യണം ഒരാഗ്രഹം. കർത്താവ് എല്ലാവരും ഊട്ടിക്ക് പോകുന്നുണ്ട്, അവരൊക്കെ നല്ല സ്ഥലമാണൊക്കെ പറയുന്നത്. ഞാൻ പോവുകയാണെങ്കിൽ ദൈവം വചനം പറയാം, ഒരു ധ്യാനം നടത്താം. അങ്ങനെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ കയറുന്ന ഒരു ജോസാറുണ്ട്, മാട്ടുകെട്ടിരുന്ന ജോസാറും ഞങ്ങളൊക്കെ പോയി ഒരു ധ്യാനം നടത്താം. അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് സഹായിച്ചു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്തിലേക്ക്, നമ്മുടെ ആഗ്രഹ സ്ഥലത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ ദൈവം ഇങ്ങനെ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവർ, അതാണ് പ്രാർത്ഥനയുടെ അനുഭവം. നിങ്ങളൊക്കെ ഇവിടെ ഒരുപാട് പേര് എന്നെക്കാട്ടിലും കൂടുതൽ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ അനുഭവങ്ങൾ കിട്ടിക്കാണും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ കൂട്ടായ്മയിലെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും കൂടെ ഈ കൂട്ടായ്മയിലിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന ജിജുപുരനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാവരെയും, ഈ കൂട്ടായ്മയിൽ ലീഡ് ചെയ്യുന്നവർ, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവർ, ഇതിനു വേണ്ടി സഹായിക്കുന്നവർ, ഒത്തിരി മക്കൾ ശുശ്രൂഷകരൊക്കെ നിങ്ങളുടെ കൂട്ടായ്മയിൽ കൂടെ നിങ്ങൾ ദശാംശം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. അവരെല്ലാം നന്ദിയോടെ നമുക്ക് ഓർക്കാം. കർത്താവെ, ഈ സമയത്തിലേക്ക് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഈ കൂട്ടായ്മയിൽ ഉണ്ടാകട്ടെ. ഇനി ഈ കൂട്ടായ്മയിൽ എല്ലാ മക്കളെയും, ഇതുവരെയായിട്ട് ശമ്പളം കിട്ടാത്ത ആരെങ്കിലും ഏതെങ്കിലും മക്കളുണ്ട്, ജോലിയില്ലാത്ത മക്കളുണ്ടെങ്കിൽ അവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ ദൈവിക ഇടപെടൽ സംഭവിക്കും. പ്രിയപ്പെട്ടവർ, ഞാൻ ഒരു അനുഭവം കൂടെ നിങ്ങൾ പറയാണ്. ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മകൾ സിമോഹ കർണാടകയിലെ പഠിക്കാൻ വിട്ടിരിക്കുന്ന നേഴ്സിംഗ്. അപ്പം ഞാൻ ലിങ്ക് അയച്ചു കൊടുത്ത് ഞാൻ ഇങ്ങനെയാ പറഞ്ഞു, മാതാവിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ എവിടെ വേണമെങ്കിലും വിട്ടോ, എന്നാ ദൈവത്തെ നിങ്ങൾ കൊടുത്തു വിടണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാനും ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ബൈബിൾ കൊടുത്തു വിട്ടു. ഈ ബൈബിൾ നിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. നീ ഏത് സ്ഥലത്തിരുന്നാലും വായിക്കണം. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും നമ്മുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. ദൈവം വചനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് ജീവന. 1 യോഹന്നാൻ 1 പറയുന്നില്ലേ, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് പരിശുദ്ധം ജീവന്റെ വചനത്തെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൊടുത്തു വിട്ടപ്പോൾ അവൾ ഏതാണ്ട് ഒരു ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങി. അവർ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കും. അപ്പൊ നമ്മൾ കൊടുത്തു വിടുമ്പോൾ, ദൈവത്തെ കൊടുത്തു വിടുമ്പോൾ അത് വായിക്കാൻ ഒരു അനുഗ്രഹം,
അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങാൻ ഒരു അനുഗ്രഹം. പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊക്കെ ദുബായിലിരുന്ന് ഇതുപോലെ ഒരു കൂട്ടായ്മ കൂടുമ്പോൾ അത് പറയാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇപ്പം അങ്ങനെ വെളിപ്പെടുത്തിയത്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു കൂട്ടായ്മ അവിടെ തുടങ്ങി, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. കർത്താവ് ഇനിയും കൂടുതൽ അഭിഷേകമായിട്ട് ഈ കൂട്ടായ്മയെ നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി നമുക്ക് തന്നെ നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മളെ വിട്ടുകൊടുക്കാം. നമ്മുടെ നിയോഗങ്ങൾ, ഈ കൂട്ടായ്മയിൽ വരുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എഴുതി പറഞ്ഞിട്ടുള്ള നിയോഗങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഏതൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവം ഇപ്പൊ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സക്കറിയായുടെ പ്രാർത്ഥന കേട്ട ദൈവം, അബ്രഹാമത്തിന്റെ പ്രാർത്ഥന കേട്ട ദൈവം, ഇസഹാക്കിന്റെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെ പ്രാർത്ഥനയും കേൾക്കും. ഏലിയായുടെ പ്രാർത്ഥന, ഡാനിയലുടെ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ ജോബിന്റെ പ്രാർത്ഥന എല്ലാം ദൈവം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. എല്ലാവരെയും ദൈവം ചേർത്ത് പിടിച്ച് ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ, എൻ്റെ അടുത്ത് എൻ്റെ പിതാവ് തരുന്ന ആരെയും ഞാൻ തള്ളിക്കളയില്ല, എൻ്റെ അടുത്ത് വരുന്ന ഒരുവനെ ഞാൻ തള്ളിക്കളയത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഇപ്പോൾ ചേർത്ത് പിടിക്കും. അതിനെല്ലാം ഒരു സമയമുണ്ട്. അതെല്ലാം ദൈവം ആ സമയം തുറന്നു തരും. ഈ സമയം നമ്മൾ 2 കരങ്ങൾ വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 വലിയ ദൈവിക ഇടപെടൽ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.